ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണിത്. വെറും 2 മിനിറ്റ് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക, എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. ഞാനതിലേക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ടയുടെ വൈറ്റ് ഭാഗം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. യെല്ലോ പോർഷൻ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് പൊടിച്ചെടുത്തതാണിത്. ഒരുപാട് പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് ഓട്സ്. ഏത് പ്രായക്കാർക്കും കഴിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണമായി ഓട്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ഗുണങ്ങളും എല്ലാം ഇതിൽ തന്നെ ലഭിക്കും. പിന്നെ വേണമെങ്കിൽ ഇത് 3 നേരവും, ദിവസത്തിൽ 3 നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു തരം ഭക്ഷണങ്ങളിൽ ഒന്നാണ് ഓട്സ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിലേക്ക് ലഭിക്കുന്ന കലോറിയുടെ അളവ് കുറയ്ക്കാൻ ഓട്സ് ഭക്ഷണത്തിലൂടെ സഹായിക്കും. ഓട്സ് സ്വാഭാവിക രീതിയിലുള്ള വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നത് കൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് വളരെയധികം ഓട്സ് ഉപകാരപ്പെടുന്നത്. ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ ഗ്ലൂക്കനാണ് ഇതിനായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള തരത്തിലുള്ള പച്ചക്കറികൾ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ സവാള, ബീൻസ്, പിന്നെ തക്കാളി സീഡ് കളഞ്ഞെടുത്തത്, ക്യാബേജ്, പച്ചമുളക്, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏത് തരം പച്ചക്കറികൾ വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് തരം പച്ചക്കറികളാണ്, നിങ്ങളുടെ വീട്ടിൽ ഏതാണോ അവൈലബിൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് വൈറ്റ് എടുക്കുക. അതിലേക്ക് പിന്നെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഓട്സും കൂടി അതിലേക്ക് ചേർക്കുക. ഒരു 3-4 ടീസ്പൂൺ ഓട്സ് പൊടി വരെ ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളും കൂടെ ചേർക്കുക. 2 പച്ചമുളകും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യാനുസരണം ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. പിന്നെ ഈ മിക്സ് ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തോളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു ഐറ്റം കൂടിയാണിത്. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്തേന് വെച്ചതിന് ശേഷം ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഓവറായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കോട് കൂടിയിട്ടുള്ള ബാറ്ററായ കാരണം തന്നെ പരന്ന് വരില്ല. നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ആവശ്യാനുസരണം, നമുക്ക് ആവശ്യമായിട്ടുള്ള തിക്കിനനുസരിച്ച് നമുക്ക് പരത്തി കൊടുക്കേണ്ടതാണ്. പിന്നെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. കാരണം അടിഭാഗം കരിഞ്ഞു പോകും, മോൾ ഭാഗം വേവാതെയാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചിടേണ്ട സമയമാകുമ്പോഴേക്കും വേറൊരു പാന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെക്കണം. അതെന്തിനാണെന്നെങ്കിൽ നമുക്ക് ഇത് ഡയറക്റ്റായിട്ട് ഇതിന് തിരിച്ചിടുന്ന സമയത്ത് അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറൊരു പാന്, നമുക്കിത് വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ ഈ പ്രശ്നമൊന്നും വരുന്നില്ല. ഇത്തിരി വലുപ്പം കൂടിയതാണെങ്കിൽ നമുക്ക് ഇതേപോലെ പൊട്ടും. അതുകൊണ്ട് വേറൊരു പാൻ ഉപയോഗിച്ചിട്ട് അതിലേക്ക് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടിഭാഗം കുക്കായിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പൂൺ എടുത്ത് ഇളക്കിയതിന് ശേഷം രണ്ടാമതായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നല്ല വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള, ഓട്സ് അടങ്ങിയിട്ടുള്ള ഒരു ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന, അതേപോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഓട്സിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.